മകരവിളക്കിനൊരുങ്ങി ശബരിമല സന്നിധാനത്തേക്ക് ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്നലെ പന്തളത്തു നിന്നും പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര നാളെ സന്നിധാനത്ത് എത്തിച്ചേരും. മകരവിളക്ക് കാണാൻ എത്തുന്നത് ആയിരക്കണക്കിന് ഭക്തരാണ്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും അഖിൽ പാലോട്ടുമടം ചേരുന്നുണ്ട്. അഖിൽ, മകരവിളക്കിന് വേണ്ടിയുള്ള അവസാന ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തജനങ്ങളുടെ വലിയൊരു തിരക്ക് തന്നെ സന്നിധാനത്തേക്കുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. നിമിഷങ്ങൾ മാത്രമാണ് സന്നിധാനത്ത് നിന്ന് പുൽമേടിലേക്ക് തെളിയുന്ന ആ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ആ മകരജ്യോതി കാണാനുള്ളത്. നാളെ രാവിലെയാണ് മകരസംക്രാന്തി പൂജ നടക്കുന്നത്. അതായത് ധനുരാശിയിൽ നിന്നും മകരരാശിയിലേക്ക് സൂര്യൻ പ്രണാമം ചെയ്തു പോകുന്ന 8:45 മകരസംക്രാന്തി പൂജ നടക്കുക. ഇന്ന് 1001 ആൾക്കാരാണ് ഇന്നലെ ശബരിമല ദർശനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ 8276 പേർ സ്പോട്ട് ബുക്കിങ്ങിലൂടെയും 1188 പേർ പുൽമേട് വഴിയും ശബരിമല ദർശനത്തിനായി എത്തിയിട്ടുണ്ട്. ഇന്നലെ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ 18-ാം പടി കയറുന്ന അയ്യപ്പ ഭക്തരുടെ വേഗത, അതായത് ശരാശരി 1 മിനിറ്റിൽ അയ്യപ്പ ഭക്തർ കയറി വരിക ഏകദേശം 85 മുതൽ, അതായത് 80 മുതൽ 85 വരെ അയ്യപ്പ ഭക്തരാണ് 1 മിനിറ്റിൽ ശരാശരി ഈ സന്നിധാനത്തേക്ക് വേണ്ടി ദർശനത്തിലേക്ക് വേണ്ടി 18-ാം പടി കയറി വരുന്നത്. ആ 18-ാം പടി എത്തുന്ന അയ്യപ്പ ഭക്തരുടെ വേഗത അനുസരിച്ചാണ് ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിന്റെ കണക്കും ഉണ്ടാവുക. അവിടെ നിന്നും ഫ്ലൈ ഓവറിലേക്ക് പോയാൽ, നമ്മൾ കഴിഞ്ഞ ഒരു ദിവസമാണ് ഈ മകരവിളക്കിനായി ഈ ശബരിമല നട തുറന്നതിന് ശേഷം ഇതുപോലെ ഫ്ലൈ ഓവറിലെ അരികിലേക്ക്, അതായത് ഫ്ലൈ ഓവർ ആരംഭിക്കുന്നിടത്തേക്ക് തന്നെ അയ്യപ്പ ഭക്തരുടെ ക്യൂ എത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്നും ഫ്ലൈ ഓവർ കറങ്ങി ശ്രീകോവിലിന്റെ അരികിലേക്കാണ് അയ്യപ്പ ഭക്തർ എത്തുന്നത്. അവിടെ അയ്യപ്പ ഭക്തർ എത്തി ഒരു നിമിഷം ആപൽബാന്ധകനായ അയ്യപ്പ കണ്ടു തൊഴുത് തങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഭഗവാനോട് പറഞ്ഞ് തങ്ങളുടെ ആത്മാവായ നെയ് നിറച്ചു വന്ന നെയ്ത്തേങ്ങ ഭഗവാന് സമർപ്പിച്ച ആ ജീവാത്മാവിനെ വീണ്ടും തൊഴുത് വീണ്ടും ആ ജീവാത്മാവിനെ ആഴിയിൽ ആ നാളികേരം സമർപ്പിച്ച് ഓരോ അയ്യപ്പ ഭക്തനും സായുജ്യമടഞ്ഞ ആണ് ഇനിയുള്ള നിമിഷങ്ങൾ കടന്നു പോവുക. അതിനോടൊപ്പമാണ് അയ്യപ്പ ഭക്തർക്ക് കാത്തിരുന്ന, അതായത് ഒരു വർഷക്കാലം മുഴുവൻ കാത്തിരുന്ന അയ്യപ്പ ഭക്തരുടെ ഏറ്റവും വലിയ ആ പുണ്യ ദർശനത്തിന്റെ ആ പുണ്യ നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്, അതായത് മകരസംക്രാന്തി നിമിഷങ്ങളിലേക്കുള്ള കാത്തിരിപ്പ് ഉണ്ടാകുന്നത്. അവിടെ ആ മകരസംക്രാന്തി പൂജയുടെ ഭാഗമായി എത്തുമ്പോൾ, ആ മകരസംക്രാന്തി പൂജയിലേക്ക് എത്തുമ്പോൾ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കോവിഡ് കാലത്ത് മകര സംബന്ധിച്ചിട്ടുള്ള ഒരുക്കം അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഏറ്റവും അവസാനത്തെ നിമിഷം എത്തി പ്രസിഡന്റ്, ഓരോ അയ്യപ്പ ഭക്തനും കാത്തിരുന്ന ആ മകരജ്യോതി കാണാൻ ഈ നിമിഷങ്ങൾ മാത്രമാണ്. എങ്ങനെയുണ്ട് വിലയിരുത്തലുകളും ക്രമീകരണങ്ങളും? ഈ മകരവിളക്ക് ദർശനം പൂർത്തിയാക്കുക എന്ന് പറയുന്നത് ഏതൊരു ഭക്തന്റെയും ഏറ്റവും ആഗ്രഹമാണ്. ലക്ഷോപലക്ഷം ആളുകളാണ് ഈ മലയിലേക്ക് വരുന്നത്, ശബരിമല വ്രതം നോറ്റ് വരുന്നത്. അവർക്കെല്ലാം ദർശന പുണ്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത് ദേവസ്വം ബോർഡിന്റെ കടമയാണ്, സർക്കാരിൻ്റെയും കടമയാണ്. അതിനുവേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. ലാപ്പിലേക്ക് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പോലീസും മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എല്ലാവിധമായ സുസജ്ജമായ ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പാട്യത്താവളത്തും പരിസര പ്രദേശത്തുമാണ് മകരജ്യോതിസ് കാണാൻ വേണ്ടി ഭക്തർ പമ്പടിച്ചിരിക്കുന്നത്. അവർക്ക് ഇന്നും നാളെയുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവരവിടെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അവരവിടെ തന്നെ പാചകം ചെയ്യാനുള്ളൊരു ശ്രമം നടത്തും, സ്വാഭാവികമല്ലേ. അപ്പം അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് ഇന്നലെ മുതൽ അവർക്ക് ആ ഭാഗത്ത് തന്നെ അവരുടെ അരികിലേക്ക് തന്നെ പരമാവധി അരികിലേക്ക് ഭക്ഷണം എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുകയാണ്. രാവിലെ ഉപ്പുമാവ് കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഉച്ചയ്ക്ക് പുലാവ് കൊടുക്കും, രാത്രി കഞ്ഞി കൊടുക്കും. അങ്ങനെ ഇന്നും നാളെയും അവർക്ക് അത്യാവശ്യമായ രീതിയിലുള്ള ഭക്ഷണം കൊടുക്കുവാനുള്ള തയ്യാറെടുപ്പ് ദേവസ്വം ഏറ്റെടുത്തിരിക്കുകയാണ്. വെള്ളവും ലഘുഭക്ഷണവും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ട്. പരമാവധി ഭക്തർക്ക് അനിവാര്യമായ ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. നാളെ വൈകുന്നേരം 6:15 ദീപാരാധന. പന്തളത്ത് നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. നാളെ വൈകുന്നേരം 6:15 ഇവിടെ വച്ച് ദേവസ്വം വകുപ്പ് മന്ത്രിയും ഞങ്ങളെല്ലാവരും കൂടി തിരുവാഭരണ ഘോഷയാത്ര സ്വീകരിക്കും. തന്ത്രിയും അതുപോലെ മേൽശാന്തിയും കൂടി 6:15 ശ്രീലകത്ത് ഭഗവാനെ തിരുവാഭരണം ചാർത്തി മഹാദീപാരാധന നടക്കും. ആ സമയത്ത് തന്നെ പൊന്നമ്പലമേട്ടിൽ ദീപം തെളിയും. അതേസമയത്ത് ജ്യോതിസ് ആകാശത്തെയും കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കും. അങ്ങനെ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ സായുജ്യമായ നിമിഷമാണ്. അത് ഗംഭീരമായി നടന്നു പോകുമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാമായ സംവിധാനങ്ങൾ ദേവസ്വം വകുപ്പ് മന്ത്രി ഇന്ന് വരുന്നുണ്ട്. മറ്റ് ഒരുപാട് VIPs വിവിധ സമൂഹ
വിവിധ തുറകളിലുള്ള ആളുകൾ പിന്നെ വരുന്നുണ്ട്. അവരെല്ലാം അക്കോമഡേറ്റ് ചെയ്യുവാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സദ്യയും പമ്പാ വിളക്കുമൊക്കെ ഇന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്നലെ പമ്പാ സംഘടിപ്പിച്ചു. കോവിഡ് കാലത്താണ് പമ്പാ സംഗമം നിർത്തിവെക്കേണ്ടി വന്നത്. പക്ഷെ അത് പുനരാരംഭിക്കുന്നുണ്ട്. വലിയ ഒരു ആഘോഷം ഇന്നലെ പമ്പാ സംഗമത്തിന്റെ ഭാഗമായി നടന്നു. ശിവരാസനം പുരസ്കാരം നാളെ കൈതപ്പുറത്തിന് സമർപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? അതായത് 2018 അവസാനമായി പമ്പാ സംഗമം നടന്നത്. പ്രളയത്തിന് ശേഷം വരെ നടന്നിട്ടേ ഇല്ല. അത് ഇന്നലെ ഞങ്ങളൊന്ന് പുനരാരംഭിച്ചു. ബഹുമാനായ പത്മശ്രീ ജയറാം ആ പമ്പാ സംഗമത്തിൽ പങ്കെടുത്തു. കാവാലം ശ്രീകുമാർ പങ്കെടുത്തു. അങ്ങനെ വിവിധ സാംസ്കാരിക നേതാക്കൾ പങ്കെടുത്തു. മന്ത്രിയാണ്, ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. നമ്മളൊരു തുടങ്ങി വയ്ക്കുകയാണ്, നഷ്ടപ്പെട്ടു പോയത് തുടങ്ങി വയ്ക്കുകയാണ്. പമ്പ വിളക്ക് ഇന്നിപ്പോൾ തിരുവാഭരണ അമ്പലപ്പാട് സംഘവും ആലങ്കാട് സംഘവും ആചാരപരമായ പമ്പാ വിളക്കും പമ്പാ സദ്യയും ഇന്ന് നടത്തും. ആചാരപരമായി തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു പോവുകയാണ്. പരമാവധി അതിനു വേണ്ടിയിട്ടുള്ള ആചാരങ്ങൾ കാത്തുസൂക്ഷിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ദേവസ്വം ബോർഡും സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭക്തജനങ്ങളുടെ എണ്ണം കഴിഞ്ഞ വർഷം ഏകദേശം 3 ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ ഈ മകരവിളക്ക് ദിവസം ഉണ്ടായിരുന്നു എന്നതാണ് ഔദ്യോഗികമല്ലാത്തൊരു കണക്കെങ്കിൽ പോലുമുണ്ട്. ഇത്തവണ അത് അധികം ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കുന്നത്. അവർ വന്നാലും ഈ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഒരു പാളിച്ച ഉണ്ടാകില്ല. തീർച്ചയായിട്ടും അധികമായി തന്നെ വരും, സംശയമില്ല. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഇതുവരെ വന്ന കണക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 5-5.5 ലക്ഷം ആളുകൾ വന്നിട്ടുണ്ട്. സ്വാഭാവികമായും മകരവിളക്ക് കാണാനും ഒരുപാട് വരും. പക്ഷേ നമുക്ക് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഇതൊരു കാനന ക്ഷേത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളി ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും പോലീസും ശ്രമിക്കുന്നത് പോലെ തന്നെ എല്ലാ ഭക്തന്മാരും സ്വയം നിയന്ത്രിക്കുവാനുള്ള ഒരു പരിശ്രമം കൂടി ഉണ്ടാകണമെന്നാണ് വിനയപൂർവ്വം പറയുവാനുള്ളത്. അപ്പോൾ എല്ലാവരും സ്വയം നിയന്ത്രിക്കുവാനും കൂടിയുള്ള ഒരു പരിശ്രമം എടുക്കണം. ദേവസ്വം ബോർഡും പോലീസും, പ്രത്യേകിച്ച് പോലീസ് ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഗംഭീരമായിട്ടുള്ളൊരു പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസിനെ ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു പ്രശ്നവും ഒരു സ്വാമിയോട് പോലും മോശമായ ഒരു പോലീസ് അയ്യപ്പന്മാരും പെരുമാറിയിട്ടില്ല. അവരെല്ലാം വളരെ മഹത്തരമായ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാവരും സഹകരിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇതിലൊരു പ്രധാനപ്പെട്ട ഏറ്റവും അവസാനത്തെ നാളെ മകരസംക്രാന്തി പൂജയാണ്. 8:45 ആ മുഹൂർത്തം. ഈ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നാണ് ആ നെയ്യ് എത്തിക്കുന്നത്. അതിന്റെ ക്രമീകരണങ്ങൾ ഏതുവരെ എത്തി? അതെല്ലാം വന്നിട്ടുണ്ട്. ആ കൊട്ടാരത്തിൽ നിന്ന് ആളുകൾ പുറപ്പെട്ടു കഴിഞ്ഞു. എന്തായാലും കൃത്യം 8:45 തന്നെ ആ ശുഭമുഹൂർത്തത്തിൽ തന്നെ മകരസംക്രമ പൂജ നടക്കും. എല്ലാ അയ്യപ്പ ഭക്തർക്കും മകരസംക്രാന്തി ആശംസകൾ നേരെയാണല്ലേ? എല്ലാവർക്കും മകരസംക്രമ ആശംസകൾ. എല്ലാവരും വരട്ടെ, സുഖമായി തൃപ്തിയോടുകൂടി ഭഗവാനെ തൊഴുവട്ടെ, ഭംഗിയായി തിരിച്ച് മലയിറങ്ങട്ടെ. പ്രസിഡന്റ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെയാണ് വലിയ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ദേവസ്വം ബോർഡ് പോകുന്നത്. കാരണം മകരവിളക്കിന് മുന്നോടിയായിട്ട് അയ്യപ്പ ഭക്തരുടെ വലിയ ഒഴുക്ക് സന്നിധാനത്തേക്ക് ുന്നുണ്ട്. ആ ഒഴുക്ക് എത്ര ഉണ്ടായാലും അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റം ദേവസ്വം ബോർഡും പോലീസും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം കഴിഞ്ഞ മകരവിളക്കിന്, അതായത് കഴിഞ്ഞ 2024 മകരവിളക്കിന് ഏകദേശം 3.5 ലക്ഷത്തിൽ അധികം അയ്യപ്പ ഭക്തർ സന്നിധാനത്ത് ഉണ്ടായിരുന്നു എന്നതാണ് ഒരു ഔദ്യോഗികമല്ലാത്ത കണക്കെങ്കിൽ പോലും അവർ പറയുന്നത്. ഇത്തവണ അതിലും അധികം എത്തുന്ന അയ്യപ്പ ഭക്തരുണ്ടാവും. നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ സന്നിധാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ തന്നെ അയ്യപ്പ ഭക്തർ ഇവിടെ തമ്പടിച്ചു നിൽക്കുന്നുണ്ട്. കാരണം പാണ്ഡിത്താവളത്തും അതുപോലെ തന്നെ പല പ്രദേശങ്ങളിലും എല്ലാം തന്നെ പുൽമേട്ടിലേക്ക് പോകുന്ന വഴികളിലെല്ലാം തന്നെ അയ്യപ്പ ഭക്തർ തമ്പടിച്ചു നിൽക്കുന്നുമുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഭക്ഷണം എത്തിക്കുന്നുണ്ട്, അവർക്കെല്ലാവർക്കും വെള്ളം എത്തിക്കുന്നുണ്ട്. അവരെല്ലാം സുരക്ഷിതമായി നാളെ തെളിയുന്ന മകരജ്യോതി, നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നാളെ ഓരോ അയ്യപ്പ ഭക്തനും ഉണ്ടാകുന്ന ആത്മനിർവൃതിയുണ്ട്. ഒരു വർഷക്കാലം മുഴുവൻ കാത്തിരുന്നതാണ് ആ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ആ മകരജ്യോതി ഒന്ന് തൊഴുക എന്ന് പറയുന്നത്. തിരുവാഭരണം ചാർത്തിയ മണികണ്ഠസ്വാമിയെ, ഭഗവാനെ ഒന്ന് കാണുക എന്നുള്ളത്, ആ മകരസംക്രാന്തിയുടെ ആ നക്ഷത്രം ആകാശത്ത് തെളിയുന്നത് ഒന്ന് തൊഴുക എന്നുള്ളത്, ആ കൃഷ്ണ പരുന്ത് വട്ടമിട്ട് പറക്കുമ്പോൾ അതിനു താഴെ നിന്ന് ഒന്ന് ഭഗവാന്റെ ആ ഭക്തിയുടെ നിറവിൽ ഭഗവാന് മുമ്പിൽ ശരണം വിളിക്കുക എന്നുള്ളതൊക്കെ തന്നെ ഓരോ അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അത്രയും അധികം ആത്മവിശ്വാസം പകരുന്നതാണ്. അതുകൊണ്ട് തന്നെ ശബരിമല സന്നിധാനത്ത് ആഴിയുടെ ദീപം ശബരിമല സന്നിധാനത്ത് ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് ഭയങ്കരമായി തുടരുകയാണ്. മകരവിളക്കിന്റെ സന്നിധാനം പൂർണ്ണമായും സജ്ജമായിട്ടുണ്ട് എന്നാണ് ദേവസ്വം പ്രസിഡന്റ് ഇപ്പോൾ അഖിലിനൊപ്പം ചേർന്ന് ജനം TV യോട് പറഞ്ഞത്. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു സന്നിധാനത്ത് നിന്നും അഖിൽ പാലോട്ടുമടം.